ആമാ ഓക്കെ. അടുത്ത് വയ്ക്കി, കാലെടുത്ത് വയ്ക്കി. അവിടെ സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ പിടിച്ചോ, ശ്വാസം പിടിച്ചോ. തന്നെ പിടി. കയറ്റി. ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി. ഇങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ തന്നെ പിന്നെ തള്ളിയിടരുത് കേട്ടോ. പിന്നെ വലിച്ച തള്ളിയിടരുത്. ഒരു കാല് കയറ്റി വെക്കേ. തന്നെ കാല് കയറ്റി വെക്ക. മണ്ടോ മണ്ടോ എന്നോടോ ചേച്ചി കാല് പതുക്കെ കയറ്റി അത് പറിച്ചു വെക്കടാ. തന്നെ കാല് കയറ്റി ഇങ്ങോട്ട് വെച്ച് അങ്ങനെ ഇരിക്കടാ. എന്നെ നോക്കണ അതന്നെ മതി. ഞാൻ അച്ഛനൊരു ഭാഗത്ത് പിടിച്ചിരുത്ത്. അച്ഛാ, ഇന്നെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടോണോട്ടാ. ഇന്നെങ്കിലും ഇവനെ ആശുപത്രി കൊണ്ടോണോന്ന്. ആശുപത്രിക്ക് കൊണ്ടുപോവാ. അച്ഛൻ മരുന്ന് മുഴുവൻ തീർന്നെന്ന് ഇവന്റെ. കൊണ്ടുപോവാന്ന്. ഇനിയിപ്പോ ഒരു ഓട്ടോറിക്ഷ വിളിക്കണമെങ്കിൽ പൈസ കയ്യിൽ വേണ്ടേ? ആരോടാ ഇപ്പൊ കടം ചോദിക്കുന്നത്? അച്ഛൻ എത്ര കാലം അച്ഛൻ ഇങ്ങനെ കടം മേടിച്ച് ജീവിക്കും? അല്ലാതെ ഞാനിനിപ്പോ എന്ത് വേണമെന്ന് എനിക്ക് പറയണേ? ഈ വയ്യാണ്ടിരിക്കണ സമയത്ത് ഞാൻ ഡ്രൈവർ പണിക്ക് പോകണം? അച്ഛന് വയ്യായിക ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെന്താ? ഇതിപ്പോ ഇവിടെ തയ്ക്കണോണ്ട് നമ്മൾ ഇവിടെ അരിയും സാധനങ്ങളും മേടിക്കണു. പക്ഷെ ഇവന്റെ മരുന്നിനകത്ത് തികയണില്ലേ? തികയണില്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. അതിനും ഒന്നും വെളിച്ചായി കിട്ടണ്ടേ ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ? അച്ഛൻ ഒരു കാര്യം ചെയ്യ്, ആ കോയ സാബിനെ ഒന്ന് പോയി കാണും. എടി ഇവന്റെ അവസ്ഥയൊക്കെ അയാൾക്ക് അറിയില്ലേ? ചെക്കൻ 2 കാലിന് സ്വാധീനമില്ലാത്ത ആളാണ്, നടക്കാൻ പറ്റാത്ത ആളാണെന്നൊക്കെ കോയ സാഹിബിന് അറിയില്ലേ? ഇനി അതന്നെ പോയി പിന്നെയും പറയും. അച്ഛൻ അങ്ങനെയല്ല, ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടെന്ന്. ഒന്ന് പോയി പറയണോണ്ട് അച്ഛൻ എന്താ കുഴപ്പം? ഇനിയിപ്പോ അയാൾ ഇങ്ങോട്ട് സഹായിച്ചിട്ടാണ്. അച്ഛന് ഈ മഴയെന്ന് പറയുമ്പോ പോയാൽ മതി. പോണെന്ന് പറഞ്ഞാ പോണോ തന്നെ. എന്നാ പോയോ. അതെ, ആ കുരുത്തങ്കട്ടന്റെ ആകും വരുന്നുണ്ട്. അച്ഛൻ ആവശ്യമില്ലാത്തൊന്നും പറയാൻ പോട്ടെ. ഞാൻ എന്താ പറയണല്ലെങ്കിൽ സത്യ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലല്ല, കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. എന്നാ വേഗം നടന്നോളി, സമയം കളയണ്ട. നടന്നിട്ട് വരാം. വെറുതെ അല്ല നാട്ടുകാർ ഇയാളെ ഈ തിരുപ്പരാഗം എന്ന് പറയണത്. അച്ഛനെ എന്താണ് വഴി കൂടി പോണ ആൾക്കാർ അയാള് പറയണ കേട്ടില്ലേ? എന്താ ഉപരി ചോദിച്ചു? ചെക്കന് കുഴപ്പമൊന്നുമില്ലല്ലോന്ന്. അപ്പൊ ചെലക്കന് കുഴപ്പമുണ്ടാവണമെന്നാ ഉപരി വിചാരിക്കണേ. അങ്ങനെയുണ്ട്. എന്ത് പോയച്ചാന്ന്? അതെ, ആ ചെക്ക 1 മണിക്കൂറായി ഒരു ഗ്ലാസ് കട്ടൻ ചായ ചോദിച്ചിട്ട് ഇതുവരെ എന്താ അതിന് കൊടുക്കാത്തത്? അത് കൊടുക്കേ. അവൻ ചായ കുടിക്കാറില്ലല്ലോ. ഒരു ഗ്ലാസ് എനിക്കും കൊടുക്ക്. അച്ഛന് വേണമെങ്കിൽ അത് പറഞ്ഞാ മതി. അവന്റെ കൂട്ട് പിടിക്കണ്ട. അച്ഛന്റെ കൂടെ കൂടി ചീത്തയാവണ്ടാ. നിനക്ക് ചായ വേണ്ടല്ലോ. ഞാൻ എടുത്തോണ്ട് വരാം. എടുത്തോ. എന്തേ? അതൊന്നും കുഴപ്പമില്ല. ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, അത്ര ഇല്ലല്ലോ ഇത്. എന്താ റബ്ബേ, എന്താ ഈ ദുനിയാവിന്റെ സ്ഥിതി? ഇതെന്താ ഇവര് വണ്ടീനെ അങ്ങനെ ഉപദ്രവിക്കുന്നത്? അതെ, പ്യാരിയാ, വാ വാ വാ. ഈ എപ്പോഴാ വന്നത്? ഞാൻ ഒരാഴ്ചയല്ല. അത് ശരി. ഈ ഇപ്പൊ അജ്മാനിലല്ലേ? അജ്മാനില്. ഞാനേ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട്. ഇരിക്കണോ? ഇരുന്ന് സംസാരിക്കാലോ. വയോ.
എന്താ എനിക്ക് എങ്ങനെ ഇപ്പൊ പണിയൊക്കെ എങ്ങനെ ഉണ്ട്? ഓ ഇപ്പൊ സുഖം. ആണാ? എനിക്കിപ്പോ വലിയ കുഴപ്പമില്ലല്ലോ. അതെല്ലേ? ബുദ്ധിമുട്ടൊക്കെ മാറി, കുറച്ച് ഫണ്ടൊക്കെ ആയി. അജ്മാലിൽ എവിടെയാണ്? അജ്മാലിൽ ഞാൻ ഷെയ്ക്കിന്റെ കൂടെ അല്ല. ഈ ഹോട്ടലിലാന്ന് പറഞ്ഞേ? ആ ഹോട്ടല് ഷെയ്ക്കിന്റെ ആണല്ലോ. അവിടെ ഞാൻ ചെന്നത് ഹോട്ടലിലാണ്. പക്ഷെ പരിചയപ്പെട്ടത് കഴിഞ്ഞപ്പോ പുള്ളിക്ക് എന്നോട് വലിയ താല്പര്യം തോന്നി. ഇപ്പൊ മൊത്തം ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ തിരക്കേടില്ല. ഞാനിപ്പോ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. അപ്പൊ ഇന്നലെ ഞാൻ കോയക്കാനെ കാണാൻ ഇറങ്ങാനിരുന്നാണ്. അപ്പൊ ഇത്തിരി ഗോൾഡ് എടുക്കാനുണ്ടായി. ഇത് ഇന്നലെ എടുത്താണ്. കഴിച്ചേനൊക്കെ ഇപ്പോഴും ഇടുണ്ടോ? പിന്നെ സൗകര്യമുള്ള ഒരു കഴിച്ചതിന് ഇടണം. മാലയുണ്ട് ഞാൻ പിന്നെ ഇന്ന് ഇടാഞ്ഞിട്ടാണ് ഞാൻ കോയൊക്കെ വന്നതേ. ഇപ്പൊ ഇവിടെ കുറച്ചു ദിവസം ഇവിടെ നിക്കുവല്ല. അപ്പൊ വൈഫും പിള്ളേരൊക്കെ ഈ ഓട്ടോയിലും ബസ്സിലൊക്കെ പോണതിന് ഒരു മടി പറഞ്ഞു. അപ്പൊ ഒരു കാർ എടുക്കാന്ന് കരുതി. അപ്പൊ ഈ കോയക്കട വണ്ടി ഇവിടെ വെറുതെ കിടക്കുകയാണല്ലോ. എനിക്കാണെങ്കിൽ ആ വണ്ടിനോട് ചെറുപ്പം തൊട്ട് ഒരു ആഗ്രഹവും ഇഷ്ടവും ഒക്കെ ഉള്ളതാണ്. ആ നമ്പറും കളറും ഒക്കെ. അപ്പൊ കോയക്ക എന്താന്ന് വെച്ചാൽ ന്യായമായ അതിന്റെ ഒരു വില ഇങ്ങോട്ട് പറ. ഞാൻ അവനങ്ങോട്ട് കൊണ്ടുപോയത്. പഴയ കണക്കിൽ എന്നെ കൂട്ടണ്ട. എന്താണ് കോയക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ? അതൊന്നുമില്ല, പഴയ കണക്കിന് പണ്ട് കൂട്ടാൻ പറ്റില്ലല്ലോ. പഴയ കാലത്ത് ഈ മാവ് വരെ വന്നാ മാങ്ങി പൊട്ടിച്ച് പോകുന്നല്ലാണ്ട് ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ. അല്ല നമ്മളെ ഇപ്പൊ ആ ഒരു മോഡലിന് ഒരു വിലയുണ്ടല്ലോ, നാട്ടു നടപ്പ് ഒരു വിലയുണ്ടല്ലോ. അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയക്ക് എന്നോട് പറ, ഞാൻ 10,000-2,000 രൂപ കൂടുതൽ തരാം. പൈസ എനിക്കൊരു പ്രശ്നമല്ല. ഈ സാധനം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. അത് നമ്മളൊന്ന് ആഗ്രഹമായി പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ വൈഫിനോട് പറഞ്ഞു പോയേ കോയക്കാട് വണ്ടിയായിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന്. അല്ല അപ്പൊ എന്റെ കേസൊക്കെ ശരിയായോ? ഏത് കേസ്? അല്ല എന്റെ ഭാര്യയുടെ. അവള് വേറൊരുത്തന്റെ കൂടെ പോയല്ല. അല്ല അത് ഞാൻ അറിഞ്ഞ്. പിന്നെ കേസ് ഇതൊക്കെ ഒഴിവായി. കേസ് ഒഴിവായി. പിന്നെ അവർക്കിപ്പൊ സുഖമാണ്. അതാവുമല്ലോ. ഇതിപ്പോ ഏതാ? ഇത് എന്റെ കൂടെ ജോലി ചെയ്യണ സുലൈമാൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവന്റെ ഒരു പെങ്ങളാണ്. പാവം തോന്നിയപ്പോ കൂടെ കൂട്ടിയതാണ്. വളരെ കഷ്ടപ്പാടിലാണ് അവരെ. പാവം തോന്നിയിട്ട്. പാവം തോന്നാന്ന് പറഞ്ഞാൽ 2-3 മക്കളുണ്ട്. അപ്പൊ നഷ്ടല്ല. അപ്പൊ അവരെ കഷ്ടപ്പെട്ട് ഇവള് വളർത്തണുണ്ടപ്പോ ഇപ്പൊ നമുക്ക് സൗകര്യവും വേണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ കൂടെ കൂട്ടിയതാണ്. ഇപ്പൊ ഒക്കെ ഈ സെക്കൻഡ് ഹാൻഡ് നോക്കി അങ്ങനെയല്ല, എനിക്ക് എന്തേലും ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാ പിന്നെ ഞാനത് സ്വന്തമാക്കും. ഇപ്പൊ ഈ കോയക്ക ചെറുപ്പം തൊട്ടേ ഇതിലേ പോകുമ്പോ ഞാനത് നോക്കി നിൽക്കുമായിരുന്നു. ഈ വണ്ടി, ആ കളറും ആ നമ്പറും. ആദ്യമായിട്ടൊരു വണ്ടി എടുക്കണമെങ്കിൽ എനിക്ക് ഇവനെ തന്നെ വേണം. പിന്നെ പുതിയത് എടുക്കാൻ എനിക്ക് സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ഇന്നോവ എടുക്കണമെങ്കിൽ ഇന്നോവ എടുക്കാം. പക്ഷെ ഇതാവുമ്പോ ഒന്ന് കഴിക്കണമെങ്കിൽ ധൈര്യം വന്നവരെ ഈ ചകടം പോയി എവിടെയെങ്കിലും ഇടിച്ചാലും നമുക്കൊന്നും പോകാനില്ലല്ലോ. അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞോ. അപ്പൊ എത്രയെന്ന് വെച്ചാണ്ട് പറയാം, ഗൂഗിൾ പേ ചെയ്ത് തരാം. എന്തിന്? അല്ല എത്ര ഫണ്ടാന്ന് പറയാം. സാധനം ഞാൻ കൊണ്ടുപോയാണ്. ഞാൻ കൊടുക്കണില്ലല്ലോ. അങ്ങനെ പറയല്ലേ? വണ്ടി കൊടുക്കണില്ല. ഇപ്പൊ എന്റെ ആഗ്രഹങ്ങളല്ല പറഞ്ഞോട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ കേട്ടിരുന്നു എന്നല്ലോ. വണ്ടി കൊടുക്കില്ല വ്യാരെ. വണ്ടി എന്നുള്ളതല്ല, ഇവിടെ കിടന്ന് നശിക്കില്ലല്ലോ. ഞാൻ അസലായിട്ട് നോക്കൂല. എന്റെ മക്കളുടെ മാതിരിയാ വണ്ടിയൊക്കെ ഞാൻ നോക്കണത്. ഞാൻ പിന്നെ പൊതുവെ മേടിച്ച ഒരു സാധനം അങ്ങനെ കച്ചവടത്തിനായിട്ട് ഞാൻ ഒന്നും മേടിക്കുന്നില്ല. എനിക്കൊരു അതിർപ്പം തോന്നിയിട്ട് ഞാൻ അങ്ങനെ മേടിക്കണതാണ്. പിന്നെ അത് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി എന്റെ മക്കളുടെ മാതിരിന്റെ കൂടെ അങ്ങനെ ഉണ്ടാവും ഒക്കെ. ഞാനത് ആഗ്രഹിച്ചും പോയി. കുഴപ്പമില്ല. അത് ഈ കച്ചവടക്കാരുണ്ടാവും വ്യാരിയെ. അങ്ങനെയുള്ളവരടുത്ത് അന്വേഷിച്ചാൽ അത് കിട്ടും. എനിക്ക് നല്ല വണ്ടിയൊക്കെ കിട്ടും. അപ്പൊ എനിക്ക് തരൂല. തരില്ല എന്നല്ല വ്യാര്. എനിക്കിപ്പോ അങ്ങനെ ഒരു കച്ചവടം നടത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞും പോയി വണ്ടിയായിട്ട് വരാന്നേ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പൊ ഇത്രയൊക്കെ ഇരുന്ന് സംസാരിച്ച സ്ഥിതിക്ക് ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട ചായ വേണ്ട. അല്ലടോ? ഇല്ല, ഞാൻ ഹോർലിക്സ് കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഹോർലിക്സ് അപ്പൊ കുടിക്കല്? 10 ഞാൻ ഹോർലിക്സ് കഴിക്കും. അതെ, ശരിയെന്നാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ.